അപ്പം ഇന്നത്തെ പരിപാടി. നാളെ ഷിപ്പിൽ പോകണോണ്ട് തന്നെ ബാഗെല്ലാം ഞാൻ രാത്രി തന്നെ ബാക്കാക്കി. അതൊരു ചടങ്ങ് തന്നെയാണ്. എൻ്റെ രാത്രി ബീഫും നെയ്ച്ചോറിലായിരുന്നു. ഓണതുമായി ബന്ധപ്പെട്ട് നിമിഷം സർപ്രൈസും കൊണ്ട് വരികയാണ്. എനിക്കറിയണമെങ്കിൽ കൂടി ഞാൻ പതുക്കെ അറിയാത്ത പോലെ ഇരുന്നു. കത്തിക്കും ചെയ്യോ? പ്രശ്നം പറയാനില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് എനിക്ക് ഇതുവരെ ആരും തരാത്തതുകൊണ്ട് അതെനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളതാണ്. പോണ ദിവസം അമ്പലം വിട്ടൊരു കളിയില്ലാത്തതുകൊണ്ട് കാലത്ത് തന്നെ അമ്പലത്തിൽ പോയി. ഇന്നലെ കെട്ടിപ്പൂട്ടി ലഗേജ് എടുത്ത് ഞാൻ പതുക്കെ വീട് വിട്ട് ഇറങ്ങി. അടുത്ത കോൺട്രാക്ട് 6 മാസം ഉള്ളതുകൊണ്ട് കണ്ടു നിൽക്കുന്ന വീട്ടുകാർക്ക് എനിക്കും ഒരു വശം ഉണ്ടായാലും പോണേല്. ചേച്ചിയും ചേട്ടനും ആദ്യമാണ് എന്നെ കൊണ്ടാക്കാനായിട്ട് വന്നത് എയർപോർട്ടിലേക്ക്. ഫസ്റ്റത്തെ പണി മണ്ണൂത്തി തന്നെ കിട്ടി. ഇതോ ഒരു VIP വേണ്ടി കൊണ്ട് റോഡ് മുഴുവൻ ബ്ലോക്കാക്കി വെച്ച് ആ 10 എസ്കോർട്ടായിട്ട് VIP പോയത് ഞങ്ങളും പതുക്കെ വണ്ടി. ഞാൻ എയർപോർട്ടെത്തി. ഇത്തവണ ഡൊമസ്റ്റിക് ആണ് കേട്ടോ. ഇവർക്ക് പതി ടാറ്റയും കൊടുത്ത് ഞാനങ്ങനെ അകത്തോട്ട് കയറി. ഇന്റർനാഷണൽ കുറേ പോയിട്ടുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ആദ്യമായിട്ടാണ്. ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഡൽഹിക്കുള്ള ആദ്യ ബോർഡിംഗ് അടിച്ചിട്ടി. നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ അകത്ത് തൃശ്ശൂർ പൂരമാണെങ്കിൽ ഡൊമസ്റ്റിക്കിൽ മൊത്തം കലാരൂപങ്ങളായിരുന്നു. അങ്ങനെ എനിക്ക് ഡൽഹിക്ക് പോകാനുള്ള ആദ്യത്തെ വണ്ടി ഇതാ വന്നത്. എറിന്തായതുകൊണ്ട് തന്നെ മുത്തപ്പനെ മനസ്സിൽ വിചാരിച്ച് പതുക്കെ വണ്ടിയിലോട്ട് അങ്ങോട്ട് കയറി. അതിൻ്റെ ഭാഗ്യം കൊണ്ട് സൈഡ് സീറ്റ് തന്നെ കിട്ടി. ഈ വെക്കേഷനും കഴിഞ്ഞ് കുറേ നല്ല ഓർമ്മകളായിട്ട് ഞാനങ്ങനെ പതുക്കെ കേരളം. അവിടെ നിന്നൊരു കാര്യം മനസ്സിലായത് ക്ലൗഡ് ബെഡ് കാണാൻ വേണ്ടി നമുക്ക് കൊളുക്കുമല പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലൊരു യാത്രയിൽ ചെയ്താൽ മതി. ഇറന്തിക്കരി കഴിക്കാനായിട്ട് ചിക്കൻ ഗെയിമും പൊറോട്ടയും തന്നു. 7 മണിയിലായപ്പോൾ തന്നെ ഞാൻ ഡൽഹി എയർപോർട്ട് എത്തില്ല. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ ഡൽഹി എയർപോർട്ടിൽ വരുന്നത്. അവിടെ കലാരൂപമാണെങ്കിൽ ഇവിടെ മൊത്തം ഭരതനാട്യത്തിൻ്റെ മുദ്രകളായി. ഇറാൻ്റെ അമേരിക്കൻ യുദ്ധം കാരണം ഫ്ലൈറ്റ് കുറേ ക്യാൻസൽ ആയതോടെ ആൾക്കാരെല്ലാം ബേജാറായി നടക്കണ്ടായിരുന്നു. അതിഥിയിൽ ഓടിയും കഴിഞ്ഞ് ഞാനങ്ങനെ അകത്തോട്ട് കയറി. ഇനി പോകുന്നത് എയർ ഫ്രാൻസിലാണ്. നായി വിശന്നപ്പോൾ ഡൊമിനോസിൽ കയറിയിട്ട് ഒരു പിസ്സ കൂടെ. ഈ പിസ്സയും കഴിച്ച് പറക്കാനായിട്ട് ഇനി ഫ്ലൈറ്റിനകത്ത് ഫ്ലൈറ്റിലിരുന്ന് ഭ്രാന്തായപ്പോൾ നമ്മുടെ പഴയ സ്കൂളത്തെ പരിപാടി ഉരുട്ടി കളിക്കുക. ഇന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും വണ്ടി നേരെ പാരീസിലെത്തി. അവിടെ ഒരു മെട്രോയും പിടിച്ച് എൻ്റെ അടുത്ത ഫ്ലൈറ്റ് കയറാനുള്ള ഗേറ്റിലോട്ടാണ് വിട്ടു. ഇപ്പോൾ സ്റ്റാർബക്സിൽ നിന്ന് ഒരു ക്യാപിച്ചിനോയുമായി കുടിച്ചിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് പിടിച്ചിട്ട് ഷിപ്പിൽ കയറാൻ നിൽക്കണവരാണെങ്കിൽ കമൻറ്റ് ചെയ്തോ ഫോളോ ചെയ്ത് വെച്ചോ വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ.